ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്തുവാണ് അപ്പൊ പറ. മരുമോന്റെ വീട്ടിൽ പോന്നു. ചെറുക്കന്റെ സോറി പയ്യന്റെ വീട് കാണാൻ ഞങ്ങള് കുറച്ച് അന്ന് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ അങ്ങോട്ട്. ഇവർ രണ്ടുപേരും കൊച്ചുമോളെ അങ്ങ് ഒഴിവാക്കി മനപ്പൂർവ്വം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ നിന്ന് മറ്റേത് ഞങ്ങള് ഇന്നലെ തൊട്ടേ ചോദിക്കുന്ന എന്തുവാന്ന്. അപ്പൊ ആരും ഒന്നും എല്ലാരും ഇഷ്ടപ്പെട്ട അങ്ങനെ ഞാൻ ഇത് എടുത്തു ഉടുത്ത് ഇവിടെ വന്നപ്പോ അമ്മി ഇത് കൊടുത്തോണ്ട് അതല്ലേലും അങ്ങനാടെ ഞങ്ങളെല്ലാരും പോകുമ്പോ രണ്ടുപേര് മാത്രം വീട്ടിൽ ഒറ്റയ്ക്ക്. മീനാക്ഷി ഇന്നലെ രാത്രി എന്റെ അടുത്ത് ചോദിക്കുവാ ഞാനും എന്നെ കൂടെ കൊണ്ടുപോണേന്ന്. നീ ചോദിച്ചില്ലേടി എന്റെ അടുത്ത് എന്നെയും കൂടെ കൊണ്ടുപോവാൻ പറയാൻ. ഇവക്കൊരു സ്വഭാവം ഉണ്ട്. എവിടെ ഒരു ഫംഗ്ഷന് ഞങ്ങൾ ഒരുങ്ങിയിട്ട് ഞങ്ങളെ നോക്കും. ഇങ്ങനെ ഇരിക്കുന്ന എന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ നല്ലപോലെ ഒരുങ്ങിയിട്ട് ഇവള് കൊള്ളാതെ ഒരുങ്ങിയ പിണങ്ങും. സ്വഭാവം അങ്ങനെ ഇന്നലെ ഞാനായിരുന്നു നിന്റെ കൂടെ മീനാക്ഷി. മീനാക്ഷി ഇന്നലെ എന്റെ അടുത്ത് എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവാൻ പറയാനടി അമ്മുക്കുട്ടി. ഓക്കെ ബൈ ഗൈസ്. ഞാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അപ്പൊ ദാണ്ട് എല്ലാരും ഉണ്ട്. അന്ന് അവിടുന്ന് എല്ലാരും ഇവിടെ വന്നപ്പോ പപ്പ ഇല്ലായിരുന്നു. കാരണം പപ്പ മലയ്ക്ക് പോയിരുന്നു. ഇന്നെന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് പപ്പ ഉണ്ട്. എല്ലാരും റെഡിയായി ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. ന്യൂസ് പേപ്പർ നാരങ്ങ എനിക്ക് ഛർദിക്കാൻ കൊണ്ടുവന്നു. എന്റെ പൊന്ന് പിച്ചോണ്ണ അല്ല സൂപ്പറാ. ടെമ്പോ അല്ല കാരണത്ത് 4 പേര്. അതിൽ 4 പേര് മുന്നോട്ട് മുത്തിന്റെ ഔട്ട്ഫിറ്റ് കാണിയില്ലേ ദൂരോട്ട് നിൽക്കും മുത്ത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മൂക്കിനകത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് നിക്കുവാ. ഇവർ രണ്ടും ഇല്ലാത്തോണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴന്നെ മുത്തും ഫോട്ടോ ഇടറി കൊള്ളാം. പോന്നില്ലാന്ന് പറഞ്ഞപ്പോ വലിയ തന്നെ വഴക്ക് പറഞ്ഞു. മര്യാദക്ക് വന്നോളാന്ന് പറഞ്ഞു. ചുമ്മാതാ. ഞങ്ങൾ ഫോട്ടോ എടുക്കും. ഞാൻ അപ്പോൾ എടാ ബാക്കി പോയടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളടേ. അല്ലാണ്ട് എല്ലാരും ഉണ്ട് ഗൈസ്. എടേ പിച്ചോണ്ണ ഇനി ഇവിടെ വാ. ഇനി വാ പിച്ചോണ്ണ. ഗൈസ് ഞങ്ങൾ 3 പേരാണ് പിള്ളേരായിട്ട് ഉള്ള. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ ബാക്കിൽ 30 കഴിഞ്ഞ് നല്ല പിള്ളേരെ കൊണ്ട് അങ്ങോട്ട് പോയി. പാട്ടുള്ളതുകൊണ്ട് ചിലപ്പോ കോപ്പിറൈറ്റ് വരുമായിരിക്കും ഗൈസ്. എവിടെ പോയാലും ഉറക്കം. എന്തൊരു ഉറക്കമായിരുന്നു. വായും തുറന്നു കിടന്ന്. അല്ല മുത്തേ തോട്ട് കൂടിയാണോ ചായ? കട്ടൻ വേണോ? അമ്മയുടെ ചായ എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. ചായയുടെ കൂടെ കടി വല്ലതും ഉണ്ടോ? തളർന്ന ശിവരൊക്കെ ഇടിയിട്ട് കണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ ഇവിടെ എവിടെ എത്തിയെന്നറിയാൻ വയ്യ. തട്ടുകടയിൽ നിർത്തി. ഇത് ഏത് സ്ഥലം? എവിടായി? ഇതാണ് മാമം പാലം. നമ്മൾ അങ്ങോട്ടാ പോന്നെ. നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടത്ത് മരപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനാക്ഷിയുടെ സംബന്ധക്കാരുടെ വീട്ടിൽ പോയി. തന്നിട്ട് പോ.
പരിപ്പുവട seems to be very crispy. ഞങ്ങൾ പരിപ്പുവട ലവേഴ്സാ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളാന്ന് തോന്നുന്നു വീട്ടിൽ പരിപ്പുവട ഇഷ്ടം. എടുത്തോണ്ട് പോയത് വന്നായിരുന്നു അമ്മ. അവക്ക് മാത്രം കിട്ടിയില്ല. ആണോ? അവിടെ ഇരുന്ന ഒന്നും അങ്ങോട്ട് വരത്തില്ല. ഇറങ്ങി വാ. അപ്പൊ അങ്ങനെ തരാൻ പറ്റത്തില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ദാണ്ട് അങ്ങോട്ട് പോകാനായിട്ട് തിരിച്ച് കയറി. നമ്മൾ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ 4 മണിക്ക് എത്തിയേനെ. പക്ഷെ നമ്മൾ 4:15 ആയപ്പോഴെത്തി. 4:30 മുന്നേ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയെന്ന് തോന്നുന്നു. ഞാൻ വന്നായിരുന്നു 25 വർഷം തികഞ്ഞപ്പോ. കണ്ടിട്ട് അങ്ങനെ തോന്നില്ലേ? സീക്രട്ട് പറയുക ഞങ്ങള് നിങ്ങളെ കൂടെ കേൾപ്പിക്കാൻ. നമ്മളെത്തി. വണ്ടി ഇവിടെ സ്റ്റക്കായി. വണ്ടി വളയ്ക്കാനോ തിരിക്കാനോ ഓടിക്കാനോ. അത് ഈ ബിച്ചണ്ണ ഏൽപ്പിച്ച അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളെത്തി. എന്റെ അമ്മച്ചി എന്തിയേ? എന്റെ അമ്മച്ചി എന്തിയേ? എത്തി. വരുവാന്റെ വീട്ടിൽ എത്തി. വരുവാനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ്. അമ്മച്ചിയേ അമ്മച്ചിയേ അമ്മച്ചി. ഇന്ന് എന്റെ അമ്മച്ചി സുന്ദരിയാ കാണാൻ. അല്ലല്ലല്ല നിങ്ങളെ കാണാൻ അവിടെ ആരുമില്ല. ഹലോ ഹലോ, താങ്ക് യു, വെൽക്കം ടു മൈ ഹോം. എല്ലാരും വന്നല്ലേ? ഞങ്ങൾ 3 മാച്ചിങ്. ഞങ്ങൾ 3 One team. This is Agilchet's house. Home alone. Home sweet home. Yeah. Home sweet home. ബിച്ചാവനാ ഒതുങ്ങി വണ്ടി വരുന്നു. ഇനി അത് വളയ്ക്കാൻ പാടായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. Yeah, the juice is wonderful. oh, nice. കൊള്ളാം. അയ്യോ അപ്പം നമ്മൾ ദാണ്ടെ വീട്ടിലകത്തൊക്കെ കയറിയിരുന്ന് അവിടെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്നിരുന്ന്. അത് അഖിൽച്ചേട്ടൻ്റെ അമ്മൂമ്മയാണ് ആ കസേരയിലിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ മാറിയിരുന്നു. അപ്പം പിന്നെ ചേട്ടൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തുമായിരുന്നു ആ മാമൻ. അത് കഴിഞ്ഞ് വലിയച്ഛൻ ഞങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ഇതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഖിൽച്ചേട്ടൻ്റെ അച്ഛൻ UK നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടൻ്റെ അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് നിശ്ചയത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞ് സമയവും എവിടെ വെച്ചാണെന്നും എത്രാം തീയതി ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയത്. വ്യാഴാഴ്ച ഡിസംബർ 5 വ്യാഴാഴ്ച കൊല്ലം ഓൾ സീസൺസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതായത് നമ്മുടെ കളക്ട്രേറ്റിന് ഇപ്പുറം തേവള്ളി കടൂർ പള്ളിയുടെ സമീപം. അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഹോട്ടലുണ്ട്, ഹോട്ടൽ റാവീസ് ഇതേപ്പില്ല. അതിൻ്റെ തൊട്ടടുത്താണിത്. അവിടെ വെച്ചാണ് നമ്മൾ നിശ്ചയം റിംഗ് ചേഞ്ച് ചെയ്ത്. അപ്പം 12:15 12:30 കിടക്കും. 12 മണി അഭിജിത്ത് മുഹൂർത്തം 12:15 12:30 കിടക്കും. അപ്പൊ ഇവിടുന്ന് എല്ലാവരും മാക്സിമം ആൾക്കാര് ബന്ധുക്കള്
അഭിഷേകം ചെയ്ത് എല്ലാവരും അല്ല എന്നാലും നമുക്ക് കാരണം എന്ന് വെച്ചാലേ ഞങ്ങൾക്ക് ഈ പറയുന്ന ശിഖരങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ ആൾക്കാരും വന്നിട്ടില്ലല്ലോ. അപ്പം എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനും ബിച്ചണ്ണൻ, കൊച്ചുമോള്, അപ്പുവണ്ണൻ, അമ്മ, വല്യമ്മച്ചി, രാജുവിളിച്ച് ഞങ്ങൾ ഇത്രയും കൂടെ അങ്ങ് ഇരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ ചേട്ടൻ എനിക്ക് വ്ളോഗ് ചെയ്ത് തന്നു. ഇനി അഖിൽ ചേട്ടൻ്റെ വ്ളോഗ് കാണാം. Right, guys, you guys are obviously here for me. I'm the main guy. We've got Mina's dad right there. We've got Mina's family having a meal right now. There's the vlogger, the brother, well the other brother as well actually. Got all the uncles, got my mother over there. Hey! Some nice food. I'm not sure what we have at the moment, but we're good. എന്തിനാ കൊണ്ട്? മട്ടൻ, ചിക്കൻ ഫ്രൈ, അരിപ്പത്തിരി, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, സൂപ്പർ ആണല്ലേ? എല്ലാം സൂപ്പർ. ഓക്കെ. എരിയുണ്ടാ? കുഴപ്പമില്ല. അരിയുണ്ടാ? അരിയുണ്ടോ? അരിയല്ലേ ചോദിച്ചത്? We're gonna tape that out. We're not including that shot. Alright. Got all the uncles over here. All from Kollam. Video and a video. നെക്സ്റ്റ് റൗണ്ട് മോന്റെ അച്ഛൻ താടി എടുക്കരുതെന്ന് പറയണം. We've got some of the guys standing out here, you know, as uncles do. I'm not sure who this kid is, but she's cute. Okay. Huh? Okay, let's see who's inside now. Oh, there's the main lady herself. That's my Valya Maman, so my mum's brother. Video എടുക്കുവാണ്. മീനാക്ഷി കഴിച്ചു കൊടുക്കാനായിരിക്കും. അതല്ല. Well, actually, മുത്തിന്റെ ആണ്. വ്ളോഗ് ആണ്. അതെ, ഇതാണ്. മനസ്സിലായോ? വീഡിയോയില് പറഞ്ഞാല് മനസ്സിലാവും. പറഞ്ഞു വരുമ്പോ അക്കുവിന്റെ അമ്മായിയമ്മയായിട്ട്. There we go, we have it. So, this is my family. We got Meena auntie here. Vlog ആണ്. എന്തല്ല? I'm doing it on behalf of someone else. This is one of our aunties from my side. This is my Tangati Appachi. This is Pooja, which is Appachi's daughter. That's the youngest son of Meena auntie. I'm not sure what he's playing. Wait. Alright, this is my mama. So my mum's mum. Mama, hello there. Okay, that's all about what you're going to get from her. This is one of our family friends, auntie. Our family and mama. This is who I grew up with, Daryl. This is our neighbour. She lives on our street. We grew up together since we were 10, 11? No, almost all my life. Okay. And then we've got our helpers here. Hello there. Hey. And that's it. That's everyone here. Oh, we've got one more person. It's my closest friend in India and Trivandrum. Introduce yourself, boy. This is the one and only Appus. Yeah, man. This is, he has known me. I can't even flip the camera on this. So he has known me almost my whole life. We moved here in 2004 and he's been by our side every day when we're here, obviously, in India. And that is about it. Oh, look at this gangster. Bad man. ബിച്ചോണ്ണ മൂന്നാമത്തെ റൗണ്ടാ. അഖിൽ ചേട്ടാ, ബിച്ചോണ്ണ മൂന്നാമത്തെ റൗണ്ടാട്ടാ. മൂന്ന് റൗണ്ടായി ബിച്ചോണ്ണ. ഫുഡ് അയ്യോ, നിങ്ങൾക്ക് കാണത്തില്ല, നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല. തീർക്കും ഇപ്പം. That's the plan. We don't want any food. We want you guys to finish it. That's the plan. ബിസിയാണോ? ആ, കഴിക്കുന്നതിൽ
ഞാൻ വിളിച്ചിട്ട് കേട്ടില്ല. പയ്യന് മലയാളം അറിയാം ഗൈസ്. ഇല്ല ഇല്ല, കുറച്ചേ അറിയാവൂ. ഈസ് ഐ അതെന്തൊക്കെ മാത്രം അറിയാം. അപ്പൊ ആൽഫബറ്റ് പഠിക്കാം അല്ലേ? സംസാരിക്കാം. Everything I'm saying right now. You understand what I'm saying right now? Understand. I don't have anything else to say. You can start talking. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടാവും. മതി, വിയർക്കുന്നു. വേണ്ട വേണ്ട, ബോധശയം വരും. അമ്മനെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മൂട്ടിട്ട് പറയാ. ബ്രോക്കൺ മലയാളം പറയും. ഇപ്പൊ മനസ്സിലാവുള്ളൂ. മലയാളം മലയാളം ഞാൻ പഠിപ്പിക്കാം. ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ശരി, ഓക്കെ. ഞാൻ പഠിച്ചോണ്ടിരിക്കുക ഇംഗ്ലീഷ്. അപ്പൊ ഞങ്ങളൊക്കെ ഇതാ ഇറങ്ങാൻ പോവാട്ടോ. എല്ലാരും അവിടെ യാത്രയൊക്കെ പറയുന്നത്. പോവാ പോട്ടെ. ചേട്ടാ ഇവിടെ അടുത്താണോ വീട്? അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും പോവാണല്ലേ. ഒരു മഴയുടെ മട്ടുണ്ട്. പൊന്നു മോനാന്ന്. ഇയാളെ മാത്രല്ല. ടാറ്റാ അമ്മ. ഇല്ല, പോകുന്നില്ല. Bye. Bye bye. Thank you for coming. Okay, bye guys. Bye bye. അങ്ങോട്ട് വരാൻ പറയാം. Bye. Bye. Bye Andy. Bye bye bye. ഞങ്ങളങ്ങനെ അവിടുന്ന് ഇറങ്ങി എന്റെ തല പോലും അത് കിട്ടുന്നില്ല. പോവുകയാണ് ഗായ്സ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സരിതാ എല്ലാരും വന്നവരെല്ലാം ഇനി വണ്ടി കയറി നമ്മളൊരു അയ്യോ ഞാൻ പറഞ്ഞില്ല. വണ്ടി കുരുങ്ങുന്നു ഗൈസ് അമ്മ കേറുമ്പോ. അപ്പൊ ഷാജി അങ്കിൾ തേഴ്സ്ഡേ കാണാം. വല്ലോച്ചമ്മ ഹാപ്പി? എല്ലാരും ഹാപ്പി അല്ലേ? കഴിച്ചതെല്ലാം 10 മിനിറ്റിനുള്ളിൽ പുറത്ത് കളഞ്ഞിട്ടായിരുന്നു. വണ്ടി ബ്ലോക്കോ? കുറച്ചുകൂടെ കഴിയുമ്പോ കൊച്ചുമോളെ ഇവിടുത്തെ അവസ്ഥ കാണാൻ. കൊച്ചുമണിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞില്ല തുമ്പിയുടെ കാര്യം. നിശ്ചയത്തിനെന്ന് പറയാം. തുമ്പിയുടെ സീക്രട്സ് നിശ്ചയത്തിന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത തുമ്പി ആയിരിക്കും. നമ്മളിനി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നമ്മളിനി ഉറങ്ങാൻ പോവാണ്. ഇനി എത്തുമ്പോ 7, 8 മണിയൊക്കെ ആവും. അതുവരെ നമ്മൾ എല്ലാരും ഉറങ്ങി വണ്ടി കിടന്ന്. ഇല്ല, ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ആരാ ഉറങ്ങിയേ? അപ്പൊ തന്നെ പോയിട്ട് വന്നിരുന്ന് അവിടെ പോയ കാര്യങ്ങളെല്ലാം മീനാക്ഷി അടുത്തും അമ്മൂൻ്റെ അടുത്തും പറഞ്ഞിട്ട് നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ പോയിട്ടെല്ലാം വന്ന് എല്ലാരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ പയ്യന്റെ വീടും കാര്യങ്ങളും എല്ലാരും കണ്ടല്ലോ. എല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്ത വീഡിയോ മിക്കവാറും നിശ്ചയ വീഡിയോ ആയിരിക്കും ഇല്ലേ? ചെറിയ പർച്ചേസ് ഒക്കെ കാണും.
അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.